എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും അതായത് പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് അതായത് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി പിൻ അതായത് ഒരു ക്യാപ്ച കോഡ്, ആ ഒരു കോഡ് നൽകി നിങ്ങൾക്ക് അത് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന അഡ്മിറ്റ് കാർഡ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഫീസ് എക്സ്ട്രാ അതായത് ആപ്ലിക്കേഷൻ ഫീസിൽ എന്തെങ്കിലും ബാലൻസ് ഫീസ് വല്ലതും അടക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ സിഗ്നേച്ചറിലോ വല്ല ഡിഫക്റ്റ് അതായത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മെമോ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഫീ പേയ്മെൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫീസ് അടക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 1/6/2024 അതായത് ജൂൺ 1-ാം തീയതി വൈകിട്ട് 4 മണിക്കകം ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതായത് ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്കുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ അതായത് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസും അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിവ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്നിവ മാത്രം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതല്ല. നിങ്ങൾ ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കൂടി അതായത് ഫാർമസിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. കാരണം ഈ ഒരു എഞ്ചിനീയറിംഗിനും അതുപോലെ ഫാർമസിക്കും മാത്രമാണ് ഈ ഒരു കീം പരീക്ഷ നടക്കുന്നത്. അപ്പോൾ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ അതായത് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പാസ്പോർട്ട് അതുപോലെ തന്നെ ഈ ഒരു പാൻ കാർഡ് അതുപോലെ വോട്ടർ ID ആധാർ അതുപോലെ തന്നെ ആധാർ കാർഡ് ഇതുപോലെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഒറിജിനൽ തിരിച്ചറിയൽ രേഖകളും അതുപോലെ തന്നെ ഒരു പേനയും നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയുമാണ് വേണ്ടത്. അതായത് ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് കീം 2024 അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് അതുപോലെ തന്നെ ഒരു പേന ഇത്ര മാത്രമാണ് നിങ്ങൾ എടുത്തിട്ട് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഡോക്യുമെൻറ്റുകൾ എടുത്തിട്ട് ഈ ഒരു എക്സാമിനേഷന് പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 1-ാം തീയതി അതായത് ഈ ഒരു 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൽ തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് PDF രൂപത്തിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അതുപോലെ തന്നെ ബാലൻസ് ഫീസ് വലുതുണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ജൂൺ 1-ാം തീയതി വൈകിട്ട് 4 മണിക്കകം പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ID കാർഡ് എന്ന് പറയുന്നത് സ്കൂൾ ID കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, ആധാർ കാർഡ്, ആധാർ, പാസ്പോർട്ട്, ക്ലാസ് 12 ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു അഡ്മിറ്റ് കാർഡ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജൂൺ 5 മുതൽ ജൂൺ 9-ാം തീയതി വരെയാണ് കേരള എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ അതുപോലെ ഫാർമസി എക്സാമിനേഷൻ നടക്കുന്നത്. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രാവിലെ 7:30 തന്നെ ആ ഒരു എക്സാം സെൻറ്ററിൽ ഹാജരാവണം. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 6-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ജൂൺ 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ ഹാജരായിരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ടൈമും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ വരികയാണെങ്കിൽ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള മെനു ഐറ്റത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.